See, in this class, we are discussing the topic inflation. So, what is inflation? What are the two types of inflation? What are the causes of inflation? What are the effects of inflation? And what are the measures to control inflation? These are the various topics we study in this class. So, first of all, the meaning of inflation. Inflation is a situation in which there is a persistent rise in the general price level. ഇപ്പോൾ ജനറലായിട്ട് നമ്മുടെ പ്രൈസ് ലെവല് ഇങ്ങനെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സാധനങ്ങളുടെ വില കൂടിയാൽ അത് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ജനറലായിട്ട് ഓവറോൾ ആയിട്ട് ഓൾമോസ്റ്റ് ഓൾ ദ കമ്മോഡിറ്റീസ് ദി പ്രൈസ് വിൽ ബി ഇൻക്രീസിങ്. So such a situation is called inflation. അത് ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല, continuously the price will be increasing. So that is the meaning of inflation. ഇപ്പം നമ്മൾ മറ്റൊരു രീതിയിലും ഇൻഫ്ലേഷനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അതായത് ദറ്റ് ഈസ് അക്കോർഡിംഗ് ടു കോൾബോൺ, ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, പക്ഷേ വാങ്ങാനുള്ള ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസ് കൂടും. സോ ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്, ദാറ്റ് ഈസ് അനദർ ഡെഫിനിഷൻ ഫോർ ഇൻഫ്ലേഷൻ. ഓർ ഇൻ ഷോർട്ട് വി ക്യാൻ സേ വെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ ദി വാല്യൂ ഓഫ് മണി ഡിക്രീസസ് പെർസിസ്റ്റൻ്റ്ലി. കണ്ടിന്യൂസ് ആയിട്ട് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് മണിയുടെ വാല്യൂ ഓഫ് മണി കുറയുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് വാല്യൂ ഓഫ് മണി? വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദി പർച്ചേസിംഗ് പവർ ഓഫ് മണി. മണിയുടെ പർച്ചേസിംഗ് പവറിനെയാണ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദിസ് പർച്ചേസിംഗ് പവർ? വിത്ത് 1 യൂണിറ്റ് ഓഫ് മണി ഹൗ മച്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വി ക്യാൻ ഗെറ്റ് ഓർ വി ക്യാൻ പർച്ചേസ്. ഒരു യൂണിറ്റ് പണം കൊടുത്താൽ നമുക്ക്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 1 rupee, 5 rupees or 10 rupees or 100 rupees, whatever it is. When you give 1 rupee, how much of goods you will get or you can purchase? ആ ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത്, പ്രൈസ് റൈസ് ഉള്ള സമയത്ത്, വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 1 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 10 രൂപ കൊടുത്താൽ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ വാല്യൂ ഓഫ് മണി കുറയും എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി മീനിങ് ഓഫ് ഇൻഫ്ലേഷൻ. ഇനിയും ഈ ഇൻഫ്ലേഷനെ അതിൻ്റെ റേറ്റിനനുസരിച്ച്, ഇൻഫ്ലേഷൻ നമ്മളൊരു പെർസെൻറ്റേജ് ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ആനുവലായിട്ട് എത്രയാണ് പ്രൈസ് റൈസ്. അപ്പോൾ അതിന് ഈ ബേസ്ഡ് ഓൺ ദാറ്റ് റേറ്റ് ദി ഇൻഫ്ലേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് creeping inflation, walking inflation, running inflation and galloping inflation. Creeping inflation എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അപ് ടു 3%. ഒരു 3% വരെ ഒരു വർഷം സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ദാറ്റ് ഈസ് മൈൽഡ് ഇൻഫ്ലേഷൻ. ദാറ്റ് ഈസ് യൂഷ്വലി ദി എക്കോണമിസ്റ്റ് സേ creeping inflation or mild inflation is good for the economy. അത് നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻസെൻറ്റീവ് ടു ദി പ്രൊഡ്യൂസേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ ഔട്ട്പുട്ട്. ഇനി സെക്കൻഡ് ടൈപ്പാണ്, ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബേസ്ഡ് ഓൺ ദി റേറ്റ് വി ക്യാൻ സേ വാക്കിംഗ് ഇൻഫ്ലേഷൻ. വാക്കിംഗ് ഇൻഫ്ലേഷൻ മീൻസ് ദി റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റേഞ്ചസ് ബിറ്റ്വീൻ 3% to 10%. അപ്പോൾ ഇറ്റ് ഈസ് എ വാർണിംഗ് സിഗ്നൽ ടു ദി ഇക്കോണമി എന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഷുഡ് ടേക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ദെൻ ദി തേർഡ് വൺ ഈസ് റണ്ണിങ് ഇൻഫ്ലേഷൻ. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ ബിറ്റ്വീൻ 10% and 20%. അപ്പോൾ ഇതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് റണ്ണിങ് ഇൻഫ്ലേഷൻ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഗ്യാലപ്പിംഗ് ഇൻഫ്ലേഷൻ. എന്താണ് ഗ്യാലപ്പിംഗ് എന്ന് പറഞ്ഞാൽ? കുതിര ഇങ്ങനെ കുതിച്ചു ചാടുന്നതിനെയാണ് ഗ്യാലപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുക, പ്രൈസ് റൈസ് ഉണ്ടാകുക. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ എബവ് 20%. ഇറ്റ് ക്യാൻ ബി അപ് ടു 100% ഓർ മോർ ദാൻ 100%.
അതാണ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. നൗ ശ്രീലങ്ക ഈസ് ഫേസിങ് ദിസ് പ്രോബ്ലം. അവിടെ വളരെ ഹൈ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. they are facing all sorts of problems in their economy. Then next is types of inflation. നിങ്ങൾ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ചോദിച്ചാൽ ക്രീപ്പിംഗ്, വാക്കിംഗ്, റണ്ണിങ്, ഗാലപ്പിംഗ് ഇതല്ല എഴുതേണ്ടത്. There are two types of inflation. One is demand pull inflation and the other one cost push inflation. ഡിമാൻഡ് പുള്ളും കോസ്റ്റ് പുഷും ഇതാണ് രണ്ട് തരത്തിലുള്ള ഇൻഫ്ലേഷൻ. Then first we will explain demand pull inflation. Demand pull inflation എന്ന് പറഞ്ഞാൽ it is the result of an increase in aggregate demand in the absence of an increase in aggregate supply. അപ്പോൾ ഒരു ഇക്കോണമിയിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുക. എന്താണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ആഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ്. സോ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ആ ഇക്കോണമിയിലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെയും കൂടെ ചേർന്നുള്ള ഡിമാൻഡാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയും ആഗ്രിഗേറ്റ് സപ്ലൈ കൂടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എന്തുണ്ടാകും? ഇൻഫ്ലേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള ഇൻഫ്ലേഷൻ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, സപ്പോസ് ദി ഗവൺമെൻറ് ഈസ് ഇൻക്രീസിങ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു, അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ ഒരു ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എത്തുന്നത് വരെ, ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ റിസോഴ്സും ഫുള്ളായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. യൂട്ടിലൈസ് ചെയ്ത് തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എല്ലാ റിസോഴ്സും പ്രോപ്പറായ രീതിയിൽ, എഫിഷ്യൻ്റായ രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ദറ്റ് ഈസ് റിസോഴ്സ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എത്തുന്നത് വരെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ കൂടെ ആഗ്രിഗേറ്റ് സപ്ലൈയും കൂടും, ഇക്കോണമിയിലെ ഔട്ട്പുട്ടും കൂടും. വൺസ് ദി ഇക്കോണമി റീച്ച്ഡ് ഇൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ, നമ്മൾ എല്ലാ റിസോഴ്സും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് വീണ്ടും കൂടിയാൽ എന്ത് സംഭവിക്കും? പ്രൈസ് വിൽ ഇൻക്രീസ് ബട്ട് ഔട്ട്പുട്ട് വിൽ നോട്ട് ഇൻക്രീസ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. See, to explain demand pull inflation in the y-axis, ഇപ്പോൾ നമ്മൾ y-ആക്സിസിൽ എടുക്കുന്നത് പ്രൈസ് ലെവലാണ്. ദി y-axis we measure price level and the x-axis we measure output. ഇനി ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ആണ്. സോ വി ആർ ഡ്രോയിങ് ദി ആഗ്രിഗേറ്റ് സപ്ലൈ കർവ്. അപ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്തുകൊണ്ടാണ് അത് വെർട്ടിക്കൽ ആവുന്നത്. ഇനി ഇങ്ങോട്ടുള്ളത് അപ്വേർഡ് സ്ലോപ്പിങ്ങുമാണ്. ഇതിന് ശേഷം ഇതിൻ്റെ താഴേക്ക് വരുന്നത് ഇങ്ങനെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. സോ ദിസ് ഈസ് ദി ആഗ്രിഗേറ്റ് സപ്ലൈ കർവ്. അപ്പോൾ ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു ലൈൻ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്നു. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ്. സോ വെൻ ദി ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ബിക്കംസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഓർ വെർട്ടിക്കൽ, ആ വെർട്ടിക്കൽ ആകുന്ന പോയിന്റിൽ ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിലെത്തി. അപ്പോൾ നമ്മുടെ ഈ ഒരു പോയിന്റിൽ ഇക്കോണമി ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എന്ത് കൂട്ടാൻ പറ്റില്ല? നമ്മൾ എത്ര ശ്രമിച്ചാലും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഇവിടെ വെർട്ടിക്കലായിട്ട് മാറുന്നത്. അതിനുശേഷം അങ്ങോട്ട് ഔട്ട്പുട്ട് കൂടുന്നില്ല. കൂടാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാണ്, ദി ഇക്കോണമി ഹാസ് ഓൾറെഡി റീച്ച്ഡ് അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ. ഒരിക്കൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഔട്ട്പുട്ട് കൂട്ടാൻ സാധിക്കില്ല. നൗ സപ്പോസ് ഇനിഷ്യലി ദിസ് ഈസ് ദി ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് വിചാരിക്കുക. എ ഡി ഡാഷ് ഈസ് ദി ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. നൗ ദി ഇക്കോണമി ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ദിസ് പോയിന്റ്. ബട്ട്
the government expenditure increases. Because of that, the aggregate demand also increases. Now, this is the aggregate demand curve. It is intersecting the aggregate supply curve at point D. E എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് എത്തുന്നത് വരെ കുറച്ച് ആഗ്രിഗേറ്റ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഫുൾ എംപ്ലോയ്മെന്റിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ട് കൂടില്ല. നൗ ദി ഇക്കോണമി ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് ഡി വേർ ദാറ്റ് ഈസ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം. ദി ഔട്ട്പുട്ട് ഈസ് YF and the price level is, this is the price level in the economy. P1 is the price level. ഇനിയും ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു എന്ന് വിചാരിക്കുക. സോ നൗ when the aggregate demand increases, the aggregate demand curve shifts upwards. Now AD3 is the aggregate demand curve. That is intersecting the aggregate supply curve at point E dash. ഇപ്പോഴത്തെ ഇക്വിലിബ്രിയം പോയിന്റ് E dash ആണ്. According to the new equilibrium point, we can see there is no increase in output. ഔട്ട്പുട്ട് ഇപ്പോഴും YF തന്നെയാണ്. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, പ്രൈസ് ലെവൽ മാത്രം മുകളിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് ദി ഔട്ട്പുട്ട് റിമെയിൻസ് ദി സെയിം. അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രൈസ് ലെവല് P2 ആയിട്ട് കൂടി. ഇപ്പോൾ പ്രൈസ് ലെവൽ P2 ആയിട്ട് കൂടി, ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. ദിസ് ഈസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതിനെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ? See, next is cost push inflation. So what is cost push inflation? Cost push inflation എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. It occurs due to an increase in cost of production. Cost of production കൂടുന്നത് കൊണ്ടാണ് cost push inflation ഉണ്ടാകുന്നത്. See, this is the diagram for cost push inflation. അപ്പോൾ ഞാൻ പറഞ്ഞു cost of production കൂടുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. How the cost of production will increase? The cost of production increases mainly because of the increase in wages. അപ്പോൾ വേജസ് കൂടുന്നു. വേജസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ സപ്ലൈക്ക് എന്ത് സംഭവിക്കും? സപ്ലൈ ഡിക്രീസ് ചെയ്യും. സപ്ലൈ കുറയുന്നു. സപ്ലൈ കുറയുന്നത് കൊണ്ട് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വിലിബ്രിയം വരുമ്പോൾ പ്രൈസ് കൂടുന്നതായിട്ട് കാണാം. ഇത് നമ്മൾ ഷിഫ്റ്റിംഗ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ആഗ്രിഗേറ്റ് ഡിമാൻഡും ഇവിടെ ആഗ്രിഗേറ്റ് സപ്ലൈയും ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി ഡയഗ്രാം ഫോർ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് നമുക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഏകദേശം ആ സെയിം അതേപോലെയുള്ള ഡയഗ്രാം തന്നെയാണ് നമ്മൾ ഇവിടെയും വരയ്ക്കുന്നത്. So first we are drawing the aggregate supply curve. This is the aggregate supply curve, and now suppose the economy is in equilibrium at full employment level. അല്ലാതെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഈ ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിൽ ആഗ്രിഗേറ്റ് സപ്ലൈ കർവിന്റെ ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ, ആ ലെവലിൽ ഇപ്പോൾ ഇക്കോണമി ഇക്വിലിബ്രിയത്തിലാണ്. And this is the price level. P1 is the price level. Price level output. So YF is the output now. Now suppose there is a decrease in aggregate supply due to an increase in cost of production. ഇപ്പോൾ cost of production കുറയുമ്പോൾ നമുക്കറിയാം ആഗ്രിഗേറ്റ് സപ്ലൈ കുറയും, അല്ലെങ്കിൽ സപ്ലൈ കുറയും. സപ്ലൈ കുറയുമ്പോൾ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ സപ്ലൈ കർവ് മൊത്തമായിട്ടല്ല ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ, ആ പോർഷൻ മാത്രമേ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ പുതിയ സപ്ലൈ കാർ, ഇപ്പോൾ ആദ്യത്തെ സപ്ലൈ കാറിന് നമ്മൾ S1 എന്ന് എഴുതുന്നു വിചാരിക്കുക. ദി ന്യൂ സപ്ലൈ കാർ വിൽ, വെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ദർ വിൽ ബി എ ന്യൂ സപ്ലൈ കാർ. അപ്പോൾ ആ പുതിയ സപ്ലൈ കാർ നമ്മൾ ഇങ്ങനെയാണ്, ഇവിടുന്ന് വേണം തുടങ്ങാൻ. This is the new supply curve, that is S2. That is intersecting the aggregate demand curve at point E dash. E dash എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത്. So the new equilibrium point is E dash, and because of that what happens to output? Output decreases to Y. ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയത് കൊണ്ട് ഔട്ട്പുട്ട് Y ആയിട്ട് കുറയുന്നു. ബട്ട് അറ്റ് ദി സെയിം ടൈം ദി പ്രൈസ് ലെവൽ റൈസസ് ടു P2. ആദ്യം P1 ആയിരുന്നു, ഇപ്പോൾ P2 ആയിട്ട് കൂടി. ഇതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു സ്റ്റഡി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആൻഡ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഇതാണ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതൊന്നും എഴുതാൻ പാടില്ല. ക്രീപ്പിംഗ് വാക്കിംഗ് ഒന്നും ടൈപ്പ് ചോദിച്ചാൽ എഴുതാൻ പാടില്ല. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് അത് കൂടെ കൊടുക്കാം. നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. See, causes of inflation can be classified under demand side causes and supply side causes. ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടു, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ട്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു അതിനുള്ള റീസൺസും നമുക്ക് കൊടുക്കാം. എന്തുകൊണ്ട് ആഗ്രിഗേറ്റ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നില്ല അതിനുള്ള റീസൺസും കൊടുക്കാം. സോ ഫസ്റ്റ് വി ആർ എക്സ്പ്ലെയിനിങ് ഡിമാൻഡ് സൈഡ് കോസസ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. See, when money supply increases, what happens? Somehow that money will come to the people. നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാവും. When they have more money, naturally they will spend more money. When they spend more money, aggregate demand increases. നമ്മുടെ കയ്യിൽ കൂടുതൽ പണം കിട്ടിയാൽ നമ്മൾ കൂടുതൽ ചിലവാക്കും, അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ആണ്. ദെൻ ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻകം ആഫ്റ്റർ പേയിങ് ടാക്സ്. ഇൻകം ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ഇൻകമാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈവശം, അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ്, സപ്പോസ് ദി ഗവൺമെന്റ് ഈസ് ഡിക്രീസിങ് ദി ടാക്സ്, ദെൻ അവർ ഡിസ്പോസിബിൾ ഇൻകം വിൽ ഇൻക്രീസ്. നമ്മുടെ കൈവശമുള്ള പണം കൂടും, അപ്പോൾ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും. അത് അങ്ങനെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ജസ്റ്റ് ലൈക്ക് എ ഹൗസ് ഹോൾഡ്. If the government is increasing its expenditure, then also the aggregate demand will increase. Then another reason is deficit financing. Deficit financing means government is spending more than its revenue. ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരും? ദേ ഹാവ് ടു പ്രിൻറ്റ് മോർ കറൻസി നോട്ട്സ്. പുതിയ കറൻസി നോട്ട്സ് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ. അതിൽ സംശയമൊന്നുമില്ല. പുതിയ കറൻസി നോട്ട്സ് ആവശ്യം ഒരുപാട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൂടാതെയും ഇങ്ങനെ പുതിയ കറൻസി നോട്ട്സ് വരികയും ചെയ്യുമ്പോൾ നാച്ചുറലി ദി പ്രൈസ് വിൽ ഇൻക്രീസ്. ദെൻ ചീപ്പ് മണി പോളിസി. ചീപ്പ് മണി പോളിസി എന്ന് പറഞ്ഞാൽ സംടൈംസ് വി ക്യാൻ സീ ദി സെൻട്രൽ ബാങ്ക് ഓർ ദി റിസർവ് ബാങ്ക് വിൽ ഡിക്രീസ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെയാണ് ചീപ്പ് മണി പോളിസി എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും? പീപ്പിൾ വിൽ ബോറോ മോർ മണി. നമ്മൾ കൂടുതൽ കടമെടുക്കും. When you borrow more money, you will spend more money. Again, the aggregate demand will increase. Then increase in population. Population കൂടിയാൽ അതിൻ്റെ അർത്ഥം the number of buyers are increasing. So naturally they will demand more goods. So these are the demand side causes. അല്ലെങ്കിൽ aggregate demand കൂടാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്തത് സപ്ലൈ സൈഡ് കോസസ്. സപ്ലൈ സൈഡ് കോസസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ suppose the aggregate demand as well as the aggregate supply both increase at the same rate, inflation will not occur. aggregate demand കൂടുന്നതിനോടൊപ്പം aggregate സപ്ലൈയും അത്ര തന്നെ കൂടിയാൽ ഇൻഫ്ലേഷൻ ഉണ്ടാകില്ല. അപ്പോൾ എന്തുകൊണ്ട് aggregate സപ്ലൈ കൂടാതിരിക്കുന്നു? അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ സപ്ലൈ സൈഡ് കോസസിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അതർ കോംപ്ലിമെൻ്ററി ഫാക്ടേഴ്സ്. ഇപ്പോൾ അത് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വി നീഡ് മോർ മെഷീൻസ്, മോർ ബിൽഡിങ്സ്.
കോംപ്ലിമെൻ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം വി നീഡ് മോർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, വി നീഡ് മോർ ഇലക്ട്രിസിറ്റി, വി നീഡ് മോർ റോ മെറ്റീരിയൽസ്. ഇതൊക്കെ ഒരു ഇക്കോണമിയിൽ കുറവായതുകൊണ്ടാണ് അവിടെ ആഗ്രിഗേറ്റ് സപ്ലൈ കൂടാതിരിക്കുന്നത്. ദാറ്റ് ഈസ് വൺ റീസൺ. സെക്കൻഡ് റീസൺ ഈസ് ഇൻക്രീസ് ഇൻ വേജസ്. We know that when there is an increase in wages, the cost of production increases. When cost of production increases, aggregate supply decreases. That is another reason. Speculative hoarding. എന്താണ് hoarding എന്ന് പറഞ്ഞാൽ? Actually, what people do, people purchase goods in large quantity and they stock these goods in their godown. അവരുടെ ഗോഡൗണിൽ സൂക്ഷിക്കും. എന്തിനു വേണ്ടിയാണ്? To create artificial scarcity. ഇവർ ഈ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച് അവരുടെ ഗോഡൗണിൽ വെച്ച് പൂട്ടി വയ്ക്കും. അപ്പോൾ മാർക്കറ്റിലൊരു സ്കേഴ്സിറ്റി ഉണ്ടാകും. ദെൻ ദി പ്രൈസ് വിൽ ഇൻക്രീസ്. ദാറ്റ് ടൈം ദേ വിൽ സെൽ ദിസ് ഔട്ട്പുട്ട് ആൻഡ് മേക്ക് എ പ്രോഫിറ്റ്. അതാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഓൾസോ ഡിക്രീസസ് ആഗ്രിഗേറ്റ് സപ്ലൈ ഓർ ലീഡ് ടു ഇൻഫ്ലേഷൻ. Then natural calamities. When there is natural calamities, definitely it will affect production and production will decrease. Then increase in exports. ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് കൂടുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ ആവശ്യത്തിനുള്ളത് വച്ചിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ there will be shortage in our country. Then industrial disputes. When there is industrial disputes, there will be, the industries will not function. It will be closed. അപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പം വർക്കേഴ്സുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ സമരം ചെയ്യും. അപ്പോൾ ഫാക്ടറിയൊക്കെ അടച്ചിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ നടക്കില്ല. സോ അഗ്രിഗേറ്റ് സപ്ലൈ വിൽ ഡിക്രീസ്. So these are the supply side causes. Next is effects of inflation. ഇപ്പോൾ ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷനെ നമുക്ക് 3 ഹെഡിങ്ങിൽ പറയാം. ഒന്ന് ഇഫക്ട്സ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, സെക്കൻഡ് വൺ ഇഫക്ട്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ, തേർഡ് വൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഫക്ട്സ്. അപ്പോൾ ഒന്നാമത്തേത് ഇഫക്ട്സ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അത് നമ്മൾ പല കാറ്റഗറിയെ കുറിച്ച് പറയണം. ഒന്ന് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ആരാണ് ഡെപ്റ്റേഴ്സ്? പണം കടം വാങ്ങുന്നവരാണ് ഡെപ്റ്റേഴ്സ്. ആൻഡ് ഹു ആർ ക്രെഡിറ്റേഴ്സ്? പണം കടം കൊടുക്കുന്നവരാണ്. ഇതിൽ ആർക്കാണ് ഇൻഫ്ലേഷൻ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നത്? വെദർ ഇറ്റ് ഈസ് ഫോർ ദി ഡെപ്റ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്. കടം കൊടുത്തവർക്കാണോ കടം വാങ്ങിയവർക്കാണോ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഗെയിൻ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഫോർ ദി ഡെപ്റ്റേഴ്സ്. ഈ കടം വാങ്ങിയവർക്കാണ് ഇതുകൊണ്ട് നേട്ടം. കാരണം ഇപ്പോൾ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പം വാല്യൂ ഓഫ് മണി വളരെ കുറവായിരിക്കും. അപ്പോൾ കടം തന്നവർക്ക് നഷ്ടം വരും. ആ സമയത്ത് അവർ ആ പണം കൊണ്ടുപോയാൽ ദേ കനോട്ട് ബൈ ഇനഫ് ഗുഡ്സ് വിത്ത് ദാറ്റ് മച്ച് ഓഫ് മണി. അപ്പോൾ അതുകൊണ്ട് ദി ഡെറ്റേഴ്സ് വിൽ ഗെയിൻ ആൻഡ് ദർ വിൽ ബി എ ലോസ് ഫോർ ദി ക്രെഡിറ്റേഴ്സ്. ദെൻ സാലറീഡ് ക്ലാസ്സസ് ആൻഡ് വേജ് ഏണേഴ്സ്. ഇപ്പോൾ സാലറീഡ് ക്ലാസ്സും വേജ് ഏണേഴ്സ് എന്ന് പറയുന്നത്, സാലറീഡ് ക്ലാസ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറി സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ there is a loss for the salaried classes and wage earners. Then investors. 2 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. ബോണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ റിട്ടേൺസ് ഫിക്സഡ് ആണ്. അങ്ങനെ ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ വരുമ്പോൾ അവർക്ക് ലോസ് ആണ്. സോ ദോസ് ഹൂ ഇൻവെസ്റ്റഡ് ഇൻ ബോണ്ട്സ്, there will be a loss for them. And those who invested in shares, ഈ ഷെയർസിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ഗെയിൻ ആണെന്ന് പറയാം. കാരണം വെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ ദി കമ്പനീസ് വിൽ ഗെറ്റ് മോർ പ്രോഫിറ്റ്. അപ്പോൾ അവർ ഈ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ഗെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ബോണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ലോസിനുള്ള പോസിബിലിറ്റിയാണുള്ളത്. ദെൻ businessmen will gain from inflation because the business people, they will get more profit, so they will gain. ഇനി രണ്ടാമത്തേത് ഇഫക്ട്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ. See, when there is inflation ഉണ്ടാകുന്ന സമയത്ത് എന്ത് പറ്റും? The people will have a tendency to spend more. അതായത് ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ നമ്മളൊരു സെയിം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും. മാത്രമല്ല വെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ ദി വാല്യൂ ഓഫ് മണി ഈസ് ഡിക്രീസിങ്. ഓരോ ദിവസം കഴിയുന്തോറും വാല്യൂ ഓഫ് മണി കുറഞ്ഞു വരും. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? ദി പീപ്പിൾ വിൽ സ്പെൻഡ് മോർ ടുഡേ ഇറ്റ് സെൽഫ്. സോ വെൻ സ്പെൻഡിങ് ഇൻക്രീസസ് സേവിങ്സ് ഡിക്രീസസ്. നമ്മുടെ സേവിങ്സ് കുറയും.
സേവിങ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ദാറ്റ് വിൽ അഫക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നത് കൊണ്ട് പ്രൊഡക്ഷനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ when there is inflation, there will be less savings. When there is less savings, there will be less investment. And when there is less investment, there will be less production. ഇത് ഒരു രീതിയിൽ നമ്മുടെ എക്സ്പ്ലനേഷൻ. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, when there is inflation, the cost of the factors of production will increase. ഈ നമ്മൾ ഇൻപുട്സിന് വേണ്ടി ചെലവാക്കുന്ന പണം കൂടും. The cost of inputs will increase. അതുകൊണ്ട് that again the production will decrease. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയാൽ പ്രൊഡക്ഷൻ കുറയുമെന്നറിയാം. അപ്പോൾ അങ്ങനെയും പ്രൊഡക്ഷൻ കുറയും. എന്തായാലും when there is inflation, it has a negative impact on production. അതാണ് ഇൻഫ്ലേഷനും പ്രൊഡക്ഷനും തമ്മിലുള്ള റിലേഷൻ. Then when there is decrease in production, what happens to unemployment? Unemployment increases. ഇപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. Then social and political impact. ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? The rich becomes richer and the poor becomes poorer. So people will not be happy. ഇപ്പോൾ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. സോ സംടൈംസ് they will protest. ഇപ്പോൾ വർക്കേഴ്സ് ആണെങ്കിൽ they will demand more wages. They will be in strike. ഇൻഡസ്ട്രീസിലൊക്കെ സ്ട്രൈക്ക് ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ ഇക്കോണമിയിലും സൊസൈറ്റിയിലും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. ദർ വിൽ ബി പ്രോബ്ലംസ്. പിന്നെ ദി നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് പീപ്പിൾ വിൽ ഇൻക്രീസ്. വെൻ ദി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ്? ദേ വിൽ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് സൊസൈറ്റിയിൽ. സോ ദർ വിൽ ബി മോർ പ്രോബ്ലംസ്. നോട്ട് ഓൺലി ദാറ്റ്, ദി ഓപ്പോസിഷൻ പാർട്ടീസ് വിൽ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഗവൺമെൻറ്. സംടൈംസ് ദേ വിൽ ഓവർത്രോ ദി ഗവൺമെൻറ്. ഇപ്പോൾ ശ്രീലങ്കയുടെ കേസ് എടുത്താൽ, ശ്രീലങ്കയിൽ പലരും ഗവൺമെൻറ്റുകൾ മാറി വരുന്നു. സ്റ്റിൽ ദേ ഹാവ് ദി പ്രോബ്ലം. അപ്പോൾ അതെല്ലാം ഈ ഒരു ഇൻഫ്ലേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ? ഈ മെഷേഴ്സ് നമുക്ക് 3 രീതിയിലുണ്ട്. ഒന്ന് മോണിറ്ററി പോളിസി മെഷേഴ്സ്, ഫിസ്ക്കൽ പോളിസി മെഷേഴ്സ് ആൻഡ് അതർ മെഷേഴ്സ്. So first we will discuss monetary policy measures. What are the monetary policy measures? These are the measures adopted by the central bank of a country to control credit and money supply in the economy. അപ്പം ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന മെഷേഴ്സ് ആണ് മോണിറ്ററി പോളിസി മെഷേഴ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ടു കൺട്രോൾ മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്. ആ ഇക്കോണമിയിലെ മണി സപ്ലൈയും ക്രെഡിറ്റും എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ലോൺ ഫെസിലിറ്റീസ് ആണ്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്ക് എടുക്കുന്ന മെഷേഴ്സ് ആണ് മോണിറ്ററി പോളിസി മെഷേഴ്സ് എന്ന് പറയുന്നത്. പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ആർ ദി 2 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി. ഇപ്പോൾ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിൽ ചോദിക്കാം. ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി, ഇത് രണ്ടുമാണ് മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി മോണിറ്ററി പോളിസിയെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, മറ്റേത് സെലക്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ഇങ്ങനെ 2 രീതിയിലുണ്ട്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ they aim at regulating the overall volume of bank credit. എല്ലാ പർപ്പസിൻ്റെയും അല്ലെങ്കിൽ അതിലുള്ള എല്ലാ പർപ്പസിന് വേണ്ടിയുമുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ലോൺ ഫെസിലിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്. അതിനെ ഒന്നിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, എല്ലാത്തിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യും ഈ മെഷേഴ്സ്. അത് ക്വാളിറ്റേറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെഷറാണ് ബാങ്ക് റേറ്റ് പോളിസി. The bank rate is the rate at which the central bank rediscount approved bills of exchange. ഇത് ടെക്നിക്കലായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾ സബ്മിറ്റ് ചെയ്യുന്ന
ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് റീഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു. ഇതിൽ നിങ്ങൾ ആ റീഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ അതെന്താണ് എന്നൊക്കെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഗീവ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദി കൊമേഴ്സ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ടെക്നിക്കലായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് റീഡിസ്കൗണ്ടിങ് റേറ്റ് എന്നൊക്കെ. നിങ്ങളത് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ പറഞ്ഞാലും മതി. നൗ see, when there is inflation, what the central bank will do? Central bank will increase the bank rate. Bank rate കൂട്ടും. ബാങ്ക് റേറ്റ് സെൻട്രൽ ബാങ്ക് കൂട്ടിക്കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ ബാങ്കുകളെല്ലാം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം when you approach a bank for a loan, you have to pay a higher interest rate. നമ്മൾ ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് we will borrow less money from banks. When you borrow less money, you will spend less money. When you spend less money, there will be less demand. Aggregate demand കുറയും. അപ്പോൾ ഇതാണ് ബാങ്ക് റേറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. മാത്രമല്ല, when the bank rate is high or interest rate is high, what people will do, they will deposit more money in the banks. അവർ ചെലവാക്കാതെ കൂടുതൽ പണം ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയാം. ഇനി രണ്ടാമത്തെ മെഷറാണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് റിസർവ് റേഷ്യോ. രണ്ട് തരത്തിലുള്ള റിസർവ് റേഷ്യോസ് ഉണ്ട്. വൺ ഈസ് ക്യാഷ് റിസർവ് റേഷ്യോ. ദാറ്റ് മീൻസ് every commercial bank should keep a certain percentage of their total deposits in the central bank in the form of cash reserve. അപ്പോൾ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന മൊത്തത്തിലുള്ള ഡെപ്പോസിറ്റിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് they have to keep it in the central bank. ഈ പെർസെൻറ്റേജിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. അപ്പം ഇത് കമ്പൽസറി ആണ്, അതുകൊണ്ടാണ് മാൻഡേറ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് മാൻഡേറ്ററി ആൻഡ് ദിസ് പെർസെൻറ്റേജ് ഈസ് കോൾഡ് CRR. And when there is inflation, what the central bank will do? The central bank will increase the cash reserve ratio. CRR കൂട്ടും. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ നിന്ന് കൂടുതൽ പണം എവിടേക്ക് പോകും? സെൻട്രൽ ബാങ്കിലേക്ക് പോകും. അപ്പോൾ അവർക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കൈവശമുള്ള പണം കൂടുതലായിട്ട് സെൻട്രൽ ബാങ്കിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ CRRൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് CRR കൂട്ടും. അതാണ് CRRനെ കുറിച്ച് പറയാനുള്ളത്. Then next is statutory liquidity ratio, SLR. See, a commercial bank should keep a certain percentage of their total deposits in the form of safe and liquid assets such as unencumbered government securities, cash, gold, etc. അപ്പോൾ ഈ SLRൻ്റെ കേസിൽ അവർക്ക് ക്യാഷ് തന്നെ വേണമെന്നില്ല. They can deposit either government securities, ബാധ്യതകളൊന്നുമില്ലാത്ത പണയം വെച്ചിട്ടില്ലാത്ത ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് റിസർവായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ക്യാഷുമാകാം, ഇല്ലെങ്കിൽ ഗോൾഡ് ആകാം. ഇതിലേതെങ്കിലും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു റിസർവായിട്ട് സൂക്ഷിക്കാം. അങ്ങനെ റിസർവായിട്ട് സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ വളരെ കൂടുതലായിരിക്കും, CRR വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ SLR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് 20%. എക്സാക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, 20% അടുത്താണ് SLR. പക്ഷേ CRR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി 5%. 5% അടുത്തായിരിക്കും, അപ്രോക്സിമേറ്റ് ആയിട്ട് 5% അടുത്തായിരിക്കും CRR. സോ ദീസ് ആർ ദി ടു റേഷ്യോസ്. അപ്പോൾ രണ്ടും ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് രണ്ടും എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. വെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ, CRR ആൻഡ് SLR ബോത്ത് ആർ ഇൻക്രീസ്ഡ്. ഇനി ഇത് തമ്മിലുള്ള ഒന്ന് രണ്ട് വ്യത്യാസമാണ്. വൈൽ റിസർവ്സ് അണ്ടർ CRR ഈസ് കെപ്റ്റ് ഇൻ ദി സെൻട്രൽ ബാങ്ക്, അണ്ടർ SLR ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി കൊമേഴ്സ്യൽ ബാങ്ക് ഇറ്റ്സെൽഫ്. CRR അനുസരിച്ചുള്ള റിസർവ്സ് എവിടെ സൂക്ഷിക്കണം? സെൻട്രൽ ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. SLR അനുസരിച്ചിട്ടുള്ള റിസർവ്സ് അതാത് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ സൂക്ഷിച്ചാൽ മതി.
Further, while CRR is cash reserves, SLR can be in the form of cash, gold or securities. അപ്പോൾ ഈ SLRന്റെ കേസിൽ അത് ക്യാഷ് ആവാം, ഗോൾഡ് ആകാം, സെക്യൂരിറ്റീസ് ആവാം. പക്ഷേ CRR എന്ന് പറയുന്നത് ക്യാഷ് റിസർവ്സ് ആണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്രെഡിറ്റ് കൺട്രോൾ മെഷറാണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ മീൻസ് ദി സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് ബോൺസ് ബൈ ദി സെൻട്രൽ ബാങ്ക്. ഈ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസും ബോൺസും ഒക്കെ സെൻട്രൽ ബാങ്ക് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക് വിൽ സെൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പൊ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് വേണമെങ്കിൽ അവർക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇപ്പൊ പബ്ലിക്, if the public is buying government securities, what they are doing, they are withdrawing their deposits from the commercial bank and they are buying this government securities. അപ്പോൾ ആ കൊമേഴ്സ്യൽ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം എടുത്തിട്ടാണ് ഇവർ ഗവൺമെന്റ് സെക്യൂരിറ്റി വാങ്ങിക്കുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഗവൺമെന്റിന് കടം കൊടുക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റ് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കും ഇത്ര നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ ഇത്ര ഇൻട്രസ്റ്റ് അടക്കം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സോ വെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ, ദി സെൻട്രൽ ബാങ്ക് സെൽസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പം കൊമേഴ്സ്യൽ ബാങ്കും പബ്ലിക്കും ഒക്കെ ഈ സെക്യൂരിറ്റീസ് വാങ്ങിക്കുമ്പോൾ ഈ പണം എവിടേക്ക് പോകുന്നു? സെൻട്രൽ ബാങ്കിലേക്ക് പോകുന്നു. അപ്പം നമുക്ക് കുറച്ചേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇനി അടുത്തത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാ പർപ്പസിനും നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഒരേപോലെയല്ല ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെലക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. എസൻഷ്യൽ പർപ്പസിന് ലോൺ എടുക്കാൻ പോയാൽ ഈ മെഷേഴ്സ് എൻകറേജ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. നോൺ എസൻഷ്യൽ പർപ്പസിലാണെങ്കിൽ നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് സെലക്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് എല്ലാ ആവശ്യങ്ങൾക്കുള്ള ലോണുകൾക്കും ഒരേപോലെ അത് അഫക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് മാർജിൻ റിക്വയർമെന്റ്സ്. മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ലോൺ എടുക്കാൻ പോകുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിനൊരു സെക്യൂരിറ്റി എന്തായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഗോൾഡ് ലോൺ, നമ്മൾ ഗോൾഡ് ലോൺ എടുക്കാൻ പോകുമ്പോൾ 1 lakhന്റെ ഗോൾഡ് ബാങ്കിന് കൊടുത്താൽ the bank will give you maximum a loan for 75,000 only. The remaining is margin. അപ്പോൾ മാർജിൻ എന്ന് പറഞ്ഞാൽ it is the difference between the value of security offered to a bank and the amount of loan granted against it. നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ വാല്യൂവും നമ്മൾക്ക് കിട്ടുന്ന ലോൺ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ലോൺ എടുക്കാൻ പോയാൽ മാർജിൻ കുറവായിരിക്കും. ബട്ട് ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസ് ദി മാർജിൻ വിൽ ബി ഹൈ. ഇനി അടുത്തത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ യു ബൈ സംതിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ് ബേസിസ്, അപ്പോൾ അതിനെയും ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കും. ഇപ്പോൾ കാറ് വാങ്ങാൻ അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാനൊക്കെ ലോൺ കൊടുക്കും. അതും എന്താണ് ഈ പറഞ്ഞ സെൻട്രൽ ബാങ്കിന് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അവിടെ സെൻട്രൽ ബാങ്ക് ഈ ഡൗൺ പേയ്മെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെൻ യു ബൈ സംതിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ് ബേസിസ് ദി ഫസ്റ്റ് പേയ്മെന്റ് ഈസ് ഡൗൺ പേയ്മെന്റ്. ഡൗൺ പേയ്മെന്റ് കൂട്ടാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോണിന്റെ പീരിയഡ് കുറയ്ക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് സെൻട്രൽ ബാങ്കിന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈസ് മോറൽ സുവേഷൻ. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഗീവ്സ് അഡ്വൈസസ് ആൻഡ് ഡയറക്ഷൻസ് ടു കൊമേഴ്സ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന അഡ്വൈസസ്, ഡയറക്ഷൻസ്, ഇതിനൊക്കെയാണ് മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് ആക്ഷൻ. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞാലും ചില ബാങ്കുകൾ അനുസരിക്കാതിരുന്നാൽ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക് വിൽ ടേക്ക് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ if the central bank wants, it can cancel the license of a commercial bank.
അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ലോൺ കൊടുക്കാതിരിക്കുക. ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ആവശ്യം വരുമ്പോൾ ലോൺ കൊടുക്കുന്നത് സെൻട്രൽ ബാങ്കാണ്, അത് കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഡയറക്റ്റ് ആക്ഷൻ. സോ ദീസ് ആർ ദി ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്. ഇനി അടുത്തത് ഫിസ്ക്കൽ പോളിസി മെഷേഴ്സ് ആണ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ മെഷേഴ്സ് ആണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മെഷേഴ്സ് ആണ്. ദീസ് ആർ ദി മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ടു കൺട്രോൾ ദി ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ദി ഇക്കോണമി. ഇപ്പൊ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ് ആണ് ഫിസ്ക്കൽ പോളിസി. അതിൽ മെയിനായിട്ടുള്ളത് പോളിസി റിഗാർഡിംഗ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ബോറോയിങ്. സോ ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്. നമ്മുടെ ഡയറക്റ്റ് ടാക്സ്. ഇപ്പൊ ഇൻകം ടാക്സ് പോലെയുള്ള ടാക്സ് ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? ദി ഗവൺമെന്റ് ഷുഡ് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് ടാക്സ്. ടാക്സിന്റെ റേറ്റ് കൂട്ടണം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പണം ആരിലേക്ക് പോകും? നമ്മുടെ ഇൻകത്തിന്റെ കൂടുതൽ ഭാഗം ഗവൺമെന്റിലേക്ക് പോകും. സോ വി വിൽ സ്പെൻഡ് ലെസ്. വെൻ യു സ്പെൻഡ് ലെസ്, there will be aggregate demand will decrease. അതാണ് പബ്ലിക് റവന്യൂവിന്റെ കേസിൽ പറയാനുള്ളത്. അടുത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? ദി ഗവൺമെന്റ് ഷുഡ് ഡിക്രീസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുമ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. സോ ദെൻ ദാറ്റ് വിൽ കൺട്രോൾ ദി ഇൻഫ്ലേഷൻ. അപ്പൊ അതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. എല്ലാ തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കുറയ്ക്കുക. Then next is public borrowing. Public borrowing എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ബോറോയിങ്. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെന്റ് ഷുഡ് ബോറോ മോർ മണി ഫ്രം ദി പബ്ലിക്. അപ്പൊ നമ്മളിൽ നിന്ന് കൂടുതൽ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെലവാക്കുന്നത് കുറയും. സോ ദാറ്റ് ഈസ് പബ്ലിക് ബോറോയിങ്. ഇനി അതർ മെഷേഴ്സ് ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഇപ്പോൾ ഇഫ് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ലൈക്ക് വാട്ട് ആർ ദി മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, മെയിൻ ആയിട്ടും എഴുതേണ്ടത് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയുമാണ്. മോണിറ്ററി പോളിസിയാണ് മെയിൻ, ദെൻ ഫിസ്ക്കൽ പോളിസി ഓൾസോ. അതർ മെഷേഴ്സ് നിങ്ങൾക്ക് ടൈം കിട്ടുകയാണ്, എല്ലാം എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതർവൈസ് നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പറ്റിയാൽ എഴുതുക. ദെൻ അതർ മെഷേഴ്സ്. ഈ അതർ മെഷേഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, ഇൻക്രീസ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സപ്ലൈ കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ പെട്ടെന്നൊരു സാധനത്തിന് ഷോർട്ടേജ് ഉണ്ടായി. ഷോർട്ടേജ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം? ദി ഗവൺമെന്റ് ക്യാൻ ഇൻക്രീസ് ദി സപ്ലൈ ബൈ ഇമ്പോർട്ടിങ് ഗുഡ്സ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കൂടുതൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈസ് കൺട്രോൾ. എങ്ങനെയാണ് ഗവൺമെന്റിന് പ്രൈസ് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഗവൺമെന്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് വേരിയസ് തിങ്സ് ത്രൂ ഇറ്റ്സ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഗവൺമെന്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദി ഗുഡ്സ്, സോ ദാറ്റ് വിൽ ഡിക്രീസ് ദി പ്രൈസ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ്. അതാണ് പ്രൈസ് കൺട്രോൾ. മൂന്നാമത്തേത് വേജ് കൺട്രോൾ. ദാറ്റ് ഈസ് നോട്ട് ഈസി. ഇപ്പോൾ വേജ് റേറ്റ് ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ വേജിനെ കൺട്രോൾ ചെയ്യുക, അത് അത്ര ഈസി അല്ല. ദാറ്റ് വിൽ സ്റ്റെബിലൈസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് സപ്ലൈ കൂടും. ഇപ്പം ഇതൊക്കെയാണ് ഈ പറഞ്ഞ അതർ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് റിപ്പോ റേറ്റും മറ്റൊന്ന് റിവേഴ്സ് റിപ്പോ റേറ്റ്. എന്താണ് റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് RBI provides overnight liquidity to banks against the collateral of government and other approved securities. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് RBI gives loans to the commercial banks for very short period. അതാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ലോണ് കൊടുക്കുകയാണ്, അപ്പൊ ബാങ്ക് റേറ്റ് പോലെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഓവർനൈറ്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡിലേക്ക് ലോണ് കൊടുക്കുന്നതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. അതായത്
ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾ ഷോർട്ട് പീരീഡിലേക്ക് ലോൺ കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഗവൺമെന്റിന് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. സെൻട്രൽ ബാങ്കിന് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ആ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ബോൺസ് ആവാം, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആവാം. ഇവരുടെ കൈവശമുള്ള ഇങ്ങനെയുള്ള കടപ്പത്രം, ഗവൺമെന്റിന്റെ കടപ്പത്രം, അത് ഇതുപോലെയുള്ള സാധനങ്ങൾ സെൻട്രൽ ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ലോൺ എടുക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ റീപർച്ചേസ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഈ പീരീഡ് കഴിയുമ്പോൾ, ഈ ലോണിന്റെ പീരീഡ് കഴിയുമ്പോൾ ഇവർക്കിത് തിരികെ, ഈ കൊടുത്ത സെക്യൂരിറ്റി തിരികെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ റീപർച്ചേസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് റിവേഴ്സ് റിപ്പോ എന്ന് പറയും. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ദി RBI അബ്സോർബ്സ് ലിക്വിഡിറ്റി ഓൺ ആൻ ഓവർനൈറ്റ് ബേസിസ് ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്. അതായത് കൊമേഴ്സ്യൽ ബാങ്കിന്റെ കൈവശം എക്സസ് ആയിട്ട് ക്യാഷ് ഉള്ളപ്പോൾ അതെന്ത് ചെയ്യാം? ദേ ക്യാൻ ഡിപ്പോസിറ്റ് ദിസ് ക്യാഷ് ഇൻ ദി സെൻട്രൽ ബാങ്ക്. അതിന് സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തേത് സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഷോർട്ട് പീരീഡിൽ ലോൺ കൊടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമത്തേത് കൊമേഴ്സ്യൽ ബാങ്കുകൾ സെൻട്രൽ ബാങ്കിൽ ഷോർട്ട് പീരീഡിലേക്ക് പണം ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണം? ദി സെൻട്രൽ ബാങ്ക് ഷുഡ് ഇൻക്രീസ് ദി റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് വേണ്ടുന്നത്. കാരണം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് പിന്നെ അധികം ലോൺ എടുക്കാൻ പോവില്ല. അപ്പോൾ അവരുടെ കയ്യിൽ ക്യാഷ് കുറവാണെങ്കിൽ അവർ ലോൺ കൊടുക്കുന്നത് കുറവായിരിക്കും. രണ്ടാമത് വെൻഡറി റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുതലാകുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് വിൽ ഡിപ്പോസിറ്റ്സ് മോർ മണി ഇൻ ദി സെൻട്രൽ ബാങ്ക്. ലോൺ കൊടുക്കുന്നതിന് പകരം ഇവർ കൂടുതൽ പണം അവർക്ക് എന്ത് ചെയ്യാം? സെൻട്രൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടും എന്ത് ചെയ്യും? സ്പെൻഡിങ് കുറയും ഇക്കോണമിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്. ഇത് ഇൻഫ്ലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എല്ലാ എക്സാമിനും മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പം അതിൽ നിങ്ങളതിനെ പഠിക്കേണ്ടത് കോസസ് പഠിക്കുക, ഇഫക്ട്സ് പഠിക്കുക, മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ പഠിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആണ്. അപ്പോൾ അത് നന്നായി പഠിക്കുക, എല്ലാം പഠിക്കുക. ഇത് വളരെ നന്നായി പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. സോ ദാറ്റ് മച്ച് ഓൺലി അബൌട്ട് ഇൻഫ്ലേഷൻ. നൗ വി ഹാവ് വൺ മോർ ടോപ്പിക്, ദാറ്റ് ഈസ് ബിസിനസ് ഫിനാൻസിങ്. അത് ഇനി ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ദിവസത്തേക്കുള്ള ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. സോ വിത്ത് ദാറ്റ് വി ക്യാൻ ഫിനിഷ് ദി 4th മൊഡ്യൂൾ. സോ ഫോർ that time we can meet again. Then thank you for listening.